കാസർഗോഡ് വെള്ളൂർ എന്ന സ്ഥലത്തെ ഒരു സാധാരണ കർഷകനാണ് നമ്മുടെ സത്യനാരായണ ബെല്ലേരി. അദ്ദേഹത്തിന്റെ കഥ ശരിക്കും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തും. കാരണം അദ്ദേഹം തന്റെ പറമ്പിൽ ഉണ്ടാക്കിയെടുത്തത് ഒരു വലിയ അദ്ഭുത ലോകമാണ്. പലരും വലിയ ലാഭം കിട്ടുന്ന കൃഷികൾക്ക് പിന്നാലെ പോയപ്പോൾ സത്യനാരായണൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. നമ്മുടെ പഴയകാലത്തെ നെൽവിത്തുകൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം വിത്തുകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഒരു കൗതുകത്തിന് തുടങ്ങിയതാണെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ 650-ലധികം ഇനം വ്യത്യസ്ത നെൽവിത്തുകളുണ്ട്. കേരളത്തിന് അകത്തും പുറത്തുമുള്ള എത്രയോ ഗ്രാമങ്ങളിൽ ഇതിനായി അദ്ദേഹം സഞ്ചരിച്ചു. അവിടെയുള്ള പഴയ കർഷകരിൽ നിന്ന് ഓരോ പിടി വിത്തുകൾ വീതം വാങ്ങി. ഈ വിത്തുകളെല്ലാം എങ്ങനെ കൃഷി ചെയ്യും എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. സാധാരണ നിലങ്ങളിൽ ഇത്രയും ഇനങ്ങൾ ഒരേസമയം വളർത്തിയാൽ അവ തമ്മിൽ കലർന്നുപോകാൻ സാധ്യതയുണ്ട്. ഇതിനൊരു ബുദ്ധിപരമായ വഴി അദ്ദേഹം കണ്ടെത്തി. ഒരേ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ച് അതിലാണ് അദ്ദേഹം ഓരോ ഇനം വിത്തുകളും വളർത്തിയത്. മണ്ണും ചെളിയും പുരണ്ട് തന്റെ കൃഷിയിടത്തിൽ അദ്ദേഹം നടത്തിയ ആ നിശബ്ദമായ വിപ്ലവം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. പ്രമേഹത്തിന് നല്ല ഔഷധ ഗുണമുള്ള നെല്ല്, പ്രളയത്തെ അതിജീവിക്കുന്ന വിത്തുകൾ, സുഗന്ധമുള്ളവ എന്നിങ്ങനെ വലിയൊരു നിധിശേഖരം തന്നെ ഇന്ന് ആ പറമ്പിലുണ്ട്. പത്മശ്രീ തേടിയെത്തുമ്പോഴും അദ്ദേഹം വളരെ ലളിതമായി പറയുന്നു, നമ്മുടെ പാരമ്പര്യം നാളത്തെ തലമുറയ്ക്ക് കൂടി വേണ്ടതാണെന്ന്. ഒരാൾ വിചാരിച്ചാൽ ലോകത്തിന് ഗുണമുള്ള എന്തു വലിയ മാറ്റവും കൊണ്ടുവരാൻ പറ്റുമെന്ന് സത്യനാരായണൻ തെളിയിച്ചു. ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ അംഗീകാരങ്ങൾ നമ്മളെ തേടി വരുമെന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. ഇൻസ്പയർഡ് സ്റ്റോറി ബൈ ലെക്ചർ നോട്ട്സ് ബൈ ആർ ജി.